സുജയിലേക്ക് എത്തിയാൽ സുജയ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ പുതിയ മാരാർ ഭവന്റെ ഉദ്ഘാടനത്തിനെത്തുമ്പോഴും അമിത്ഷാ പറയുന്നത് 2026 ഇന്ത്യ അധികാരത്തിൽ വരണം എന്നാണ് അമിത്ഷാ പറയുന്നത്. നടക്കുമോ? നടത്താനായിട്ടാണല്ലോ അമിത്ഷാ ഇവിടേക്ക് വന്നതും പറഞ്ഞതും. നടക്കില്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രതീക്ഷ പോലും തല്ലിക്കെടുത്തുന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ ഇവിടെ ജിമ്മി സാർ അടക്കം സംസാരിക്കുന്നത് കേട്ടു. ഇതേ അമിത്ഷാ തന്നെയാണ് 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച NDA സർക്കാർ എത്തിയപ്പോൾ മുതൽ, അന്ന് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അമിത്ഷാ. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ, അതിനുശേഷം 2019 നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി. ഇപ്പോൾ 2024 മൂന്നാമത്തെ സർക്കാരും അധികാരത്തിലെത്തി. ഇനിയിപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലും NDAയുടെ തന്നെ സർക്കാരായിരിക്കും ഉണ്ടാവുക എന്നതും ഉറപ്പാണ്. അതല്ല എന്ന് ഇന്ത്യ മുന്നണി പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാ ആയുധങ്ങളും എടുത്ത് പയറ്റി നോക്കിയിട്ടും 2024 അധികാരത്തിലേക്ക് എത്താൻ ഇന്ത്യ മുന്നണി എന്ന എല്ലാ മുള്ളുമുരുക്കും മൂർഖൻ പാമ്പ് എല്ലാത്തിനെയും ചേർത്ത് കൂട്ടിയ മുന്നണി ഉണ്ടാക്കിയിട്ട് പോലും അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അവിടെയും കൃത്യമായി സഖ്യകക്ഷികൾക്കൊപ്പം ഭരണത്തിലേക്ക് എത്താൻ NDAക്ക് സാധിച്ച ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാളാണ് വന്ന് പറഞ്ഞത്. അതിനെ പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും ബംഗാളിൽ 34 വർഷത്തിന് ശേഷം ഭരണം പോയി, ത്രിപുരയിൽ അടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയധികം തകർന്നുപോയി, കേരളത്തിൽ മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് BJPയുടെ വളർച്ചയെ തടയുക എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ് ആകട്ടെ ഹരിയാനയിൽ വിജയിക്കുമെന്ന് പറഞ്ഞു, വലിയ രീതിയിൽ പോരാട്ടം കാഴ്ചവെച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഹരിയാനയിൽ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ അവിടേക്ക് വിമാനം കയറാൻ നിന്ന ആളുകൾക്കൊക്കെ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. അതാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടത്. മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്, സഖ്യകക്ഷികൾക്കൊപ്പമാണ് അധികാരം പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് BJP തീർന്നു എന്ന് വിലയിരുത്തിയവരുടെ മുന്നിലേക്ക് മാസങ്ങൾക്കിപ്പുറം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് ഇതേ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായി തന്നെയാണ്. ഹരിയാനയിൽ, അതിനുശേഷം രാജ്യതലസ്ഥാനത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ അധികാരം പിടിച്ചത് കണ്ടില്ലേ? അപ്പോൾ വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന ഒരാൾ കേരളത്തിൽ വന്ന് പറയുമ്പോൾ അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിക്കേണ്ട എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. ഇവിടെ അമിത്ഷാ വന്നത് വെറുതെയല്ല. അത് 2018 2015 പലതവണ അമിത്ഷാ ഇവിടെ വന്നിട്ടുണ്ട്. അമിത്ഷായുടെ ഈ കഴിഞ്ഞ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള വരവുകളുടെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതവണ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ജനരക്ഷായാത്ര 2017 നടത്തിയിട്ടുണ്ട്, 2018 വന്നിട്ടുണ്ട്, അങ്ങനെ ഓരോ തവണയും വന്നിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞ ആൻഡ്രൂ സാർ അടക്കം ഇപ്പോൾ റെഫർ ചെയ്ത് പോയല്ലോ. പക്ഷേ ഇത്തവണത്തെ വരവ്, അല്ലെങ്കിൽ ഇത്തവണ വന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ, ഇത്തവണ അദ്ദേഹം നടത്തിയ യോഗങ്ങൾ, അതിനെ ആ ഒരു കാറ്റഗറിയിലേ അല്ല കാണേണ്ടത്. കാരണം ഇതുപോലെയുള്ള യോഗങ്ങളോ അല്ലെങ്കിൽ ഇന്ന് നടത്തിയതുപോലെയുള്ള പ്രസംഗങ്ങളോ കൂടിക്കാഴ്ചകളോ അമിത്ഷാ ഇതുവരെ കേരളത്തിൽ വന്ന് നടത്തിയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തെ കൃത്യമായ ഒരു ഫോക്കസ് ആക്കി കേരളം പിടിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാക്കി. നേരത്തെ പല ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു കേരളം, പക്ഷേ ഇനി ലക്ഷ്യം കേരളമാണെന്നേ. കേരളം സാധ്യമാണ് എന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടായതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളമാണ് ഫോക്കസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ KG മാരാർ ഭവനോടെ ഉദ്ഘാടനം ചെയ്ത ആ കെട്ടിടത്തിന്റെ വലിപ്പമോ 50,000-ലധികം ചതുരശ്ര അടി വലിപ്പമുള്ള ആ കെട്ടിടത്തിന്റെ വലിപ്പം എന്നതിനപ്പുറം അതൊരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം എന്ന ഒരു ചടങ്ങ് മാത്രമാണ് അവിടെ നടന്നത്. ലളിതമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നത്. ആ ചടങ്ങിന് ശേഷം താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് തലത്തിലുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് LDFO അല്ലെങ്കിൽ UDFO ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കായി ഇതുപോലെയുള്ള ഒരു സംഗമം ഇതുവരെ നടത്തിയോ? എന്തെങ്കിലും മുന്നൊരുക്കങ്ങളിലേക്ക് UDFO അല്ലെങ്കിൽ LDFO കടന്നോ? ഇല്ല. പക്ഷേ BJP കടന്നിരിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ, ഗ്രാസ് റൂട്ട് തലത്തിലുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനാണ് അമിത്ഷാ വന്നത്. അതാണ് ഈ മൂന്ന് മുന്നണികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലെ വ്യത്യാസമായി ഇവിടെ കാണേണ്ടത്. പരിശ്രമിച്ചാലേ കിട്ടുകയുള്ളൂ. പരിശ്രമിക്കാതെ കരക്കിരുന്നു കൊണ്ട് ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഡൽഹിയിൽ ഹൈക്കമാൻഡ് ചേർന്നിരുന്നിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കൽപ്പിച്ചിട്ടും കാര്യമില്ല. താഴേക്ക് ഇറങ്ങി വന്ന് വാർഡ് തലത്തിലുള്ള സാധാരണക്കാരായ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ചേർത്തിരുത്തിക്കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു പരിപാടിയാണ് ഇന്ന് അമിത്ഷാ നടത്തിയത്. അപ്പോൾ പ്രവർത്തകരെ ഉണർത്തുക, അതാണല്ലോ ആദ്യം വേണ്ടത്. ഏത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും കുറച്ചധികം കഷ്ടപ്പെടണം. നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ 2026 അധികാരത്തിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിദൂര സ്വപ്നമല്ലേ? അതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് അതെങ്ങനെ സാധിക്കുമെന്ന ഒരു ചോദ്യം, അത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. പക്ഷേ അത് അസാധ്യമായ ഒന്നാണ് എന്ന് കൽപ്പിച്ച് അതിനെ അങ്ങ് അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ 5 പേര് വീതം ഒരു വാർഡിൽ നിന്ന് വന്ന് അങ്ങനെയുള്ള കൃത്യമായ ഒരു പ്ലാനുള്ള, അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ളൊരു ആസൂത്രണമുള്ള ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ ഒരു രൂപരേഖയുണ്ട് BJPക്ക്. അതെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് സമ്മതിച്ചു തരണം. ഇവിടെ വാർഡ് തല നേതൃയോഗം സംഘടിപ്പിച്ചത് കൃത്യമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ്. ഇതേ സ്ട്രാറ്റജി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നത്തെ യോഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നതടക്കം ഇനി നടക്കാൻ പോകുന്ന യോഗങ്ങൾ, മേഖലാ യോഗങ്ങൾ, താങ്കൾ ഒരുപാട് കുശുമ്പും പരിഹാസമൊക്കെ ഇരിക്കട്ടെ, കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. പുത്തിരിക്കണ്ടത്ത് എത്ര ആളുണ്ടായിരുന്നു എന്നുള്ളത് ആൻഡ്രൂ സാർ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച
ക്യാമറകളൊക്കെ വാങ്ങി ചാനലിന് നൽകിയിരിക്കുന്നത് ആൻഡ്രോ സാറാണ്. അപ്പോൾ എല്ലാ ക്യാമറയിലും എല്ലാ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും നവകേരള സദസ്സിലൊക്കെ കസേര ഒഴിഞ്ഞു കിടന്ന പോലെ അവിടെ കസേര ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടില്ല. ആൻഡ്രോ സാർ എന്തായാലും അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഏറ്റവും നല്ല ഒക്കെയുള്ള ഏറ്റവും നല്ല നവകേരള സദസ്സിലെ ഏതൊക്കെ ഭാഗങ്ങൾ ഇല്ല മാറിപ്പോയിട്ടൊന്നുമില്ല. നരേന്ദ്രമോദി ഏതോ സംസ്ഥാനത്ത് പോയ കാര്യം അല്ല, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. നവകേരള സദസ്സൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ശരി, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുക, അത്രയും സമയം കൂടി അപഹരിക്കുക. അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഡോക്ടർ അരുൺ. അതുകൊണ്ട് ഞാൻ ആ തന്ത്രത്തിൽ വീഴുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ അഴിമതി പാർട്ടികളെ പുറത്താക്കിക്കൊണ്ട് അധികാരം പിടിക്കുക, വികസിത കേരളത്തിലേക്ക് എത്തുക, അതാണ് ലക്ഷ്യം എന്നുള്ളത് കൃത്യമായി അമിത്ഷാ ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വികസിത കേരളം അതൊരു ടാഗ് ലൈനായി എടുത്തുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ആ ശ്രമങ്ങളിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് BJP. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന എന്തിനാണ്? അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ശ്രമിക്കാൻ പോലും പാടില്ല. ഞങ്ങൾ അളിയനും കൂടി മാറി മാറി ഭരിക്കും എന്ന രീതിയിൽ അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇന്ത്യ മുന്നണിയിലെ LDFും UDFും രണ്ടുപേരും ഇങ്ങനെ കൈമാറി താലം കൈമാറുന്നത് പോലെ അധികാരം കൈമാറുന്നു. കഴിഞ്ഞ തവണ മാറാൻ പറ്റിയില്ല, പിണറായി വിജയൻ തരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരുന്നു. ഇവിടെ ഫ്രം സ്ക്രാച്ച് ടു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി, അതാണ് ഞാൻ ഈ ഒരു മാറ്റത്തെ കാണാനായി ആഗ്രഹിക്കുന്നത്. കാരണം 20% വരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് അത്രയും വോട്ട് ഷെയറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു വളർച്ചയാണ് അസമിലായാലും ത്രിപുരയിലായാലും തെലങ്കാനയിലായാലും ഒഡീഷയിലായാലും BJPക്ക് ഉണ്ടായത്. അസാധ്യമെന്ന് തോന്നിയിരുന്ന ഒഡീഷയിലൊക്കെ BJP ഇത്രയും വളരുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലാണ് BJP ഒഡീഷയിൽ വളർച്ച കൈവരിച്ചത്. കാരണം പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടികൾ നിൽക്കുന്ന ഒഡീഷയിൽ സാധ്യമായ ഒന്നാണ് നമ്മളവിടെ കണ്ടത്. ആ ഒരു മോഡൽ അത് കേരളത്തിൽ അസാധ്യമാണെന്ന് എഴുതി തള്ളരുത്. കാരണം BJPക്ക് കൃത്യമായ ഒരു മെക്കാനിസം ഉണ്ട്. അത് അമിത്ഷായ്ക്ക് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനറിയാം. അമിത്ഷാ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മാത്രം നിങ്ങൾ കാണരുത് എന്നതാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. പലതരത്തിൽ എന്താണ് ഒരു പ്രദേശത്തിന് യോജിച്ച സ്ട്രാറ്റജി അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ, അത് ആളുകളെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഇവിടെ ആളുകളെ ഇൻസ്പയർ ചെയ്യുക, അതിലൂടെ ഒരു നേട്ടത്തിലേക്ക് എത്തുക, അതാണ് ഇവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ ബംഗാൾ ത്രിപുര മോഡലിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തകർച്ചയാണോ കേരളത്തിൽ സംഭവിക്കുക, അതാണോ കേരളത്തിൽ ഉണ്ടാവുക, അതോ കോൺഗ്രസിന്റെ വോട്ടുകൾ ശിഥിലമായി കോൺഗ്രസ് തകർന്നതുപോലെ ഇവിടെ UDFന്റെ തകർച്ചയാണോ BJPക്ക് ഗുണമാവുക? ഈ രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിക്കാനുള്ളത്. കാരണം വോട്ട് പുറത്തുനിന്നൊന്നും വരാനില്ല. ഈ രണ്ട് മുന്നണികൾ കാലാകാലങ്ങളായി ഷെയർ ചെയ്യുന്ന വോട്ട് BJPയിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്നതിന് ഏതാണ് കൂടുതൽ നല്ല സ്ട്രാറ്റജി? അത് ഓരോ മണ്ഡലങ്ങളിലെ അതാണ് പ്രാദേശികം ബൂത്ത് തലം എന്ന് ഞാൻ പറഞ്ഞത്. ഓരോ ബൂത്തിലും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കേഡർ വോട്ടുകൾ കുടികെട്ടിക്കിടക്കുന്ന ബൂത്ത് എന്ന് പറയുന്ന ബൂത്തിൽ നിന്ന് വരെ വോട്ടെടുത്തു മാറ്റാൻ BJPക്ക് സാധിക്കുമെന്നത് ധർമ്മടത്ത് നമ്മൾ കണ്ടതാണ്. ധർമ്മടത്ത് പിണറായി വിജയന്റെ ബൂത്തിലടക്കം BJPക്ക് ഉണ്ടായ വോട്ട് വളർച്ച എന്ന് പറയുന്നത് അതൊരു സ്പെസിമെനാണ്. അപ്പോൾ അങ്ങനെ ബൂത്ത് തലത്തിൽ അതുകൊണ്ടാണ് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമായി എടുത്തുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾക്ക് ഇത്രയല്ലേ വളരാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ബൂത്ത് തലത്തിൽ BJP കൈവരിക്കുന്ന വളർച്ച അത് അവരുടെ പ്രവർത്തനത്തിന്റെ അത് ഘട്ടം ഘട്ടമായി അത് നടപ്പാവുകയുള്ളൂ. ആ സമ്പർക്കങ്ങൾ അതൊക്കെ നടത്തുന്നതിനായിട്ടാണ് RSSനെ അടക്കം ഉപയോഗിക്കുക. ഹരിയാനയിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച, മഹാരാഷ്ട്രയിൽ പരീക്ഷിച്ച് വിജയിച്ച, ദില്ലിയിൽ പരീക്ഷിച്ച് വിജയിച്ച, ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ ഡൽഹിയാണ്. ഡൽഹിയിൽ BJPയേക്കാൾ RSS ആണ് ഈ കൃത്യമായി യോഗങ്ങൾ നടത്തിക്കൊണ്ട് ആ ഒരു കേഡേഴ്സിനെ ഇറക്കിക്കൊണ്ട് കൃത്യമായി അവിടെ വോട്ട് ഉറപ്പിച്ച് നിർത്തിയത് എന്നതൊരു വസ്തുതയാണ്. ഇവിടെ അമിത്ഷാ ഈ വാർഡ് തല നേതൃയോഗത്തിന് ശേഷം നേതാക്കളുമായി കൂടിച്ചേർന്നിരുന്ന സംസാരിച്ച ഒരു യോഗവും നടന്നിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് ഇത് ബലിദാനികളുടെ പാർട്ടിയാണ്. അപ്പോൾ പലതരത്തിൽ ഇപ്പോൾ പദവികൾ കിട്ടിയില്ല. ഇപ്പോൾ നേരത്തെ ആൻഡ്രോ സാർ പദവികളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ പദവികൾ കിട്ടിയില്ല എന്നതല്ല കാര്യം. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, പാർട്ടി വളർത്തുക, അത് വിജയമാക്കി കൺവേർട്ട് ചെയ്യുക. പാർട്ടി എന്നതിനപ്പുറം, താൻ എന്നതിനപ്പുറം വിജയമാണ് വലുത് എന്നതിലേക്ക് അവരെ ഒന്ന് കൊണ്ടുപോവുക, അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത്. ഇന്നത്തെ പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രവർത്തകരെ കണ്ടപ്പോൾ ജയിക്കണമെന്ന ഒരു തോന്നൽ അവർക്കുണ്ട് എന്ന് തനിക്ക് തോന്നി എന്ന് നേതാക്കളോട് ഇന്ന് അമിത്ഷാ പറയുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ അമിത്ഷാ പറയുകയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അതെങ്ങനെയാണ്, നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് എങ്ങനെയാണ് മാറിപ്പോകേണ്ടത്, അല്ലെങ്കിൽ ഈ റൂട്ടിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്, അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിനാണ് അമിത്ഷാ ഇന്ന് വന്നത്. അതൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ടല്ല, ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് വിജയം കൊണ്ടുവരിക, അതാണ് കൃത്യമായി ബ്രീഫ് ചെയ്തത്. നേരത്തെ നേമത്തെ അക്കൗണ്ട് പൂട്ടിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. നേമത്തെ അക്കൗണ്ട് പൂട്ടാനായിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കാനായിട്ട് ഒരാൾ അങ്ങോട്ട് വന്നിരുന്നു. ആ ആളെ തൃശ്ശൂരിൽ മൂന്നാമതാക്കിയാണ് അവിടെ BJP അക്കൗണ്ട് തുറന്നത് എന്നതുകൂടി മറക്കരുത്. സുരേഷ് ഗോപി ഇറക്കി തൃശ്ശൂരിൽ അക്കൗണ്ട് തുറന്നപ്പോൾ നിയമസഭയിൽ ലോക്സഭയാണെങ്കിൽ അക്കൗണ്ട് പൂട്ടൽ നടന്നു. അവിടെ കോൺഗ്രസിന്റെ അക്കൗണ്ട് ആയിരുന്നു. അക്കൗണ്ട് തുറക്കുന്നതും പൂട്ടുന്നതും നിയമസഭയിൽ അക്കൗണ്ട് പൂട്ടുന്നതും തുറക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ അക്കൗണ്ടാണ് BJP രണ്ട് കാര്യങ്ങൾ ഞാനത് പറഞ്ഞോട്ടെ. 2021 തിരുവനന്തപുരത്തിൽ അക്കൗണ്ട് പൂട്ടിയായിരുന്നു.
ശരി, അതാണ് നിയമത്തെ കാര്യം ഉറപ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പും BJP ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള നിയമസഭാ തൃശ്ശൂരിലും അങ്ങനെയാണ്. BJP, അതായത് സുരേഷ് ഗോപി മൂന്നാമതാകുമെന്നിരുന്ന് പ്രവചിച്ച സഹപ്രവർത്തകരൊക്കെ എനിക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തായാലും അമിത്ഷാ പറഞ്ഞതുപോലെ 15 വർഷമായി കേരളം അദ്ദേഹത്തിന്റെ റഡാറിലുണ്ട്. ആ റഡാറിലുള്ള കേരളവും അദ്ദേഹം പിടിച്ചിരിക്കുമെന്നേ. ഒഡീഷയിൽ സാധ്യമാണെങ്കിൽ, ത്രിപുരയിൽ സാധ്യമാണെങ്കിൽ കേരളത്തിലും സാധ്യമാകുമെന്ന് അമിത്ഷായ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം അവിടെ നടത്താൻ പോകുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ള ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 100 ദിവസം പോലുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 100 ദിവസം മാത്രമേ ഉള്ളൂ. അത് ഓരോ ദിവസവും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും ഫ്രെയിംവർക്കും BJPക്ക് ആയി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം, തൃശ്ശൂർ ഈ 2 കോർപ്പറേഷനുകളിലും 2020 മികച്ച നേട്ടമാണ് കൈവരിച്ചത്. അത് ഭരണത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ ഒരു MP ഉണ്ട്. തൃശ്ശൂരിൽ നല്ല സംഘടനാ മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരും തിരുവനന്തപുരവും അസാധ്യമല്ല. നിങ്ങളിരുന്ന് ഇപ്പോൾ പുച്ഛിച്ച് ചിരിക്കുന്നവരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ എന്ന് തിരിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ 10 മുനിസിപ്പാലിറ്റികളിൽ അധികാരം പിടിക്കുക, അതാണ് ലക്ഷ്യം. 21,000 വാർഡുകൾ, ആ വാർഡുകളിൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ വിജയമെന്ന് പറയുന്നത് അത്രയ്ക്ക് അസാധ്യമൊന്നുമല്ല. ഇതിനേക്കാൾ എത്രയോ താഴെ നിന്നാണ് കയറി വന്നിപ്പോൾ അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നതുകൂടി നോക്കണം. എന്തായാലും ഭാരത് മാതാ കീ ജയ്, ആ മുദ്രാവാക്യം വിളിച്ചത് വെറുതെയൊന്നുമല്ല. നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് വന്ന്, പുത്തരിക്കണ്ടത്ത് വന്ന് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചത്. അത് കേൾക്കേണ്ട ആളുകളൊക്കെ കേട്ടിട്ടുമുണ്ട്. എന്തായാലും BJPയുടെ തന്ത്രങ്ങളുടെ തലച്ചോറെന്നാണ് BJP വൃത്തങ്ങളിൽ അമിത്ഷായെ വിളിക്കുന്നത്. അപ്പോൾ ആ തലച്ചോറ് കേരളത്തിൽ കൃത്യമായി പ്രവർത്തിപ്പിച്ച് അദ്ദേഹത്തിന് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Meet the editors.